ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ഹെയർ ആക്സസറീസ് മേക്കിംഗ് വീഡിയോ ഒക്കെ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല ക്യൂട്ടായിട്ടുള്ള സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ഒരു ഹെയർ ക്ലിപ്പിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് നെറ്റ് ക്ലോത്താണ് കേട്ടോ. അതൊരു 21 സെൻറ്റിമീറ്റർ എടുത്തും 29 സെൻറ്റിമീറ്ററും ലെങ്ത്തിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിതാ ഈ ഒരു രീതിയിലൊന്ന് മടക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് വൈറ്റ് പേൾ ബീഡ് അങ്ങനെ കളർ ബീഡൊക്കെ നമുക്ക് വേണമെങ്കിൽ എടുക്കാം. ഞാൻ ഇപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഇതുപോലെ തെർമോക്കോൾ ബീഡ്സാണ് കേട്ടോ. തെർമോക്കോളാണ് അത്. ഞാനിതാ ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ രണ്ട് സൈഡിലാണ് നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരുമിച്ച് കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതിൻ്റെ നടുവിൽ ഇതുപോലെ ഒരു സ്കെയിൽ വെച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ സെൻറ്ററിൽ മടക്കിയതിന് ശേഷമാണ് നമ്മൾ ഇങ്ങനെ കറക്റ്റ് സെൻറ്ററിലാക്കിയതിന് ശേഷമാണ് ഇങ്ങനെ ആക്കി കൊടുക്കേണ്ടത്. രണ്ട് സൈഡിലും ഇതുപോലെ ഒന്ന് ഒരു തെർമോക്കോൾ ബോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് രണ്ട് സൈഡിൽ നിന്നും ഇതുപോലെ അതിൻ്റെ സെൻറ്ററിലേക്ക് മടക്കിയിട്ട് നമ്മൾ എല്ലാവർക്കും അറിയണ ഈ ഒരു ടൈപ്പ് ബോണ്ടല്ലോ, അതാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പോണത്. അപ്പോൾ ഇതുപോലെ ആക്കി കൊടുത്തതിന് ശേഷം നമുക്കൊരു സൂചി നൂലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുന്നി കൊടുക്കാം കേട്ടോ. ഈ ഒരു വർക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയിട്ട് നല്ല ക്യൂട്ടായിട്ടൊരു വർക്കാണ് കേട്ടോ. കാണാൻ നല്ല ക്യൂട്ടാണ്. അതുപോലെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാനും പറ്റും കേട്ടോ. അപ്പോൾ ഈ നെറ്റ് ക്ലോത്തിൽ ചെയ്യേണ്ടത് നമ്മൾ നെറ്റ് ക്ലോത്തിൽ ചെയ്താലാണ് കേട്ടോ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്ന ഈ ഒരു ബീഡ്സ് ആണെങ്കിലും ബോൾസ് ആണെങ്കിലും നമുക്കത് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ കാണുള്ളൂ കേട്ടോ. അല്ലാത്ത ക്ലോത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്നും പുറത്തേക്ക് ഇങ്ങനെ കാണാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലുള്ള നെറ്റ് ക്ലോത്ത് എടുക്കുന്നത്. അപ്പോൾ ഇതാ നല്ല ഭംഗിയായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിതാ അതിലേക്ക് ഒന്നും കൂടെ ഇതുപോലെ ഞാനൊരു 1/2 ഇഞ്ചിൻ്റെ സാറ്റിൻ റിബണാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഈ ഒരു അളവിനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതൊരു 30 സെൻറ്റിമീറ്ററാണ് ഞാനിവിടെ അളവ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതൊന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ രണ്ടറ്റും ഇതുപോലെ ഒന്ന് കോർത്ത് ഒരു ഇതിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കോണാക്കിയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൽ കൂടെ നമുക്ക് ഒരു 3 ബീഡ്സ് രണ്ടറ്റത്തും ഇങ്ങനെ കോർത്തെടുക്കാനായിട്ടാണ്. അപ്പോൾ ഇതാ ഇതിൻ്റെ എൻ്റെ ഭാഗം ഒന്ന് ഒരുക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ പിന്നെ ലൈറ്റർ ഇല്ലാത്തത്, ലൈറ്റർ ഇവിടെ കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു മെഴുകിൽ ഇങ്ങനെ എടുത്തിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഉരുകി പോവാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. പെട്ടെന്ന് ഉരുകി പോവും. അപ്പോൾ ഒന്ന് മെല്ലൊന്ന് തീയൊന്ന് കാട്ടി കൊടുത്താൽ മതി കേട്ടോ. ഇനി അതിൻ്റെ ഇതുപോലെ ഒന്ന് കോർത്തെടുക്കണേ ഈ ബീഡ്സ്. ആദ്യം ഒരു ചെറിയ ബീഡ്, പിന്നെ ഒരു വലിയ ബീഡ്, പിന്നെ ഒരു ചെറിയ ബീഡ്, ആ ഒരു രീതിയിലാണ് കേട്ടോ അങ്ങനെ കോർത്തെടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ അറ്റം ഭാഗം ഒന്ന് കെട്ടിയിട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ബീഡ് അതിന്ന് പോരാതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ എൻ്റെ ഭാഗം ഇതുപോലെ ഒന്ന് കെട്ടിയിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ മറ്റേ ഭാഗത്ത് നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ഈ ഒരു 3 ബീഡ്സിനെ കോർത്തെടുക്കണം. ഇതുപോലുള്ള ഈസി ആയിട്ടുള്ള ഐഡിയകളൊക്കെ നമ്മൾ ഇതിൻ്റെ മുമ്പും ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചാനലിൽ ഒന്ന് കയറിയിട്ടൊന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഈ ഒരു വർക്ക് എന്ന് പറയുന്നത് വളരെ ചിലവ് കുറഞ്ഞ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഈ ഒരു ക്ലോത്ത് ഉണ്ടല്ലോ, നെറ്റ് ക്ലോത്ത്, അത് മോളുടെ ഫ്രോക്കിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതുപോലെ കുഞ്ഞുമക്കളൊക്കെ ഉണ്ടെങ്കിൽ ഓരോ പഴയ ഫ്രോക്കൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിൽ നിന്നൊക്കെ എടുത്താൽ മതി. അപ്പോൾ പിന്നെ വരുന്നത് ഈ ഒരു സാറ്റിൻ റിബണാണ്. അതിനും വളരെ കുറവാണ് കേട്ടോ. ഒരു റോളിന് 10 രൂപയൊക്കെ ഉള്ളൂ. അതുപോലെ ഇതിൻ്റെ ഒരു ക്ലിപ്പ് അതൊരു 4 രൂപ 3 രൂപക്കൊക്കെ കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ അത്രയും വില കുറവിൽ ഉള്ള ഒരു ഇതിലാണ് നമ്മൾ ഈ ഒരു ഐറ്റംസൊക്കെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ കാണാൻ വേണ്ടിയിട്ട് നല്ല ക്യൂട്ടും, നമുക്ക് ചെയ്തെടുക്കാൻ വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനും പറ്റും. വളരെ ഇത്രയും കുറഞ്ഞ രീതിയിൽ നമുക്ക് ഇത്രയും നല്ല രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലുള്ള വർക്കുകളൊക്കെ ചെയ്തിട്ട് നമുക്ക് സെയിലാക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുക. അതുപോലെ നമ്മുടെ മക്കൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഈ എക്സ്ട്രാ ചെയ്യുന്ന ഈ വർക്കുകളൊക്കെ ഞാൻ എൻ്റെ ഐഡിയക്ക് അനുസരിച്ചിട്ട് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി, അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ബോ മാത്രം തന്നെ നമുക്ക് ക്ലിപ്പിൽ ഇങ്ങനെ ചെയ്താൽ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. അതിൻ്റെ സെൻറ്ററിൽ എന്തെങ്കിലും ഒന്ന് വെച്ച് കൊടുത്താൽ മതി, അത്രയും മാത്രം മതി കേട്ടോ. അപ്പോൾ ഞാനിതൊക്കെ എൻ്റെ ഐഡിയയിൽ തോന്നിയത് ഓരോന്ന് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ മാറ്റങ്ങളൊക്കെ വരുത്താം കേട്ടോ. നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ചിട്ടൊക്കെ മാറ്റങ്ങൾ വരുത്താം.
പിന്നെ അത് ഞാൻ ഇതുപോലെ ഒരു അലിഗേറ്റർ ക്ലിപ്പിലാണ് ഇത് അറ്റാച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതാ ഇതിൻ്റെ മുകൾക്ക് ഇതുപോലെ ഒന്ന് ഗ്ലൂ ആക്കി കൊടുക്കുന്നുണ്ട്. എന്നതിന് ശേഷം അതിൻ്റെ മുകളിലൊരു ഫെൽറ്റ് ഷീറ്റ് അല്ലെങ്കിൽ നമുക്ക് ക്യാൻവാസ് ഷീറ്റിനെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെറിയൊരു പീസ് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. എന്നതിന് ശേഷം അതിൻ്റെ മുകളിലും നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഈ ഒരു ബോ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ബോ അതിൻ്റെ മുകൾക്ക് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ സംഭവം. നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ വീഡിയോനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ ഹെയർ ആക്സസറി ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലുള്ള മെമ്പേഴ്സിനൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്തിട്ടൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്യാം കേട്ടോ. പിന്നെ ഇതാ ഞാൻ ഇതിൻ്റെ സെൻറ്ററിൽ ഒരു വൈറ്റ് സാറ്റൻ റിബൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുത്തിട്ടും കൂടെ ഉണ്ട് കേട്ടോ. അത് ആ ഒരു അലിഗേറ്റർ ക്ലിപ്പും കൂടെ കൂട്ടിയിട്ടൊന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ഇനി ഇതിൻ്റെ സെൻറ്ററിൽ നമുക്ക് എന്തെങ്കിലും സ്റ്റോണോ ബീഡോ എന്ത് വേണമെങ്കിലും നമുക്കൊന്നും കൂടെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ സെൻറ്ററിൽ ഹാഫ് ബീഡാണ് കേട്ടോ ഞാൻ ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അങ്ങനത്തെ ഞാനിതുപോലെ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ ഒന്ന് ഹാഫ് ബീഡ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ ഞാനൊരു ഗോൾഡ് കളറ് ചെറിയൊരു ഗോൾഡ് കളർ ഹാഫ് ബീഡും കൂടെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നല്ല ക്യൂട്ടായിട്ട് തന്നെ ഉണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അടിപൊളി ലുക്കാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വളരെ സിമ്പിളായിട്ട് തന്നെ എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ഒരു ഹെയർ ക്ലിപ്പാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.